പ്രാർത്ഥനയിൽ പങ്കെടുത്ത മുൻ അമേരിക്കൻ സൈനികൻ മഹാരാഷ്ട്രയിൽ അറസ്റ്റിൽ. മഹാരാഷ്ട്രയിൽ നടന്ന ഒരു ചെറിയ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അമേരിക്കൻ പൗരനും 2 പ്രാദേശിക ക്രിസ്തീയ വിശ്വാസികളും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒക്ടോബർ 4-നായിരുന്നു സംഭവം. നിയമവിരുദ്ധ മത പരിവർത്തന ശ്രമം, വ്യാജ ചികിത്സയിലൂടെയും മന്ത്രവാദത്തിലൂടെയും ഗ്രാമീണരെ വശീകരിക്കാൻ ശ്രമിച്ചു എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് US പൗരനും മുൻ അമേരിക്കൻ സൈനികനുമായ ജെയിംസ് വാട്സനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. കോടതി ഇദ്ദേഹത്തെ 2 ആഴ്ചത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ഭിവണ്ടിയിൽ ചിമ്പിപ്പാട ഗ്രാമത്തിൽ നടന്ന ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവെയാണ് മുൻ US ആർമി മേജറും അമേരിക്കൻ പൗരനുമായ ജെയിംസ് വാട്സൺ എന്ന 58-കാരനെ 2 നാട്ടുകാർക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തത്. പാൽഘർ നിവാസിയായ സായിനാഥ് ഗണപതി സർപ്പെ, ഭിവണ്ടിയിലെ ചിമ്പിപ്പാട നിവാസിയായ മനോജ് ഗോവിന്ദ് കോൽഹെ എന്നിവരാണ് വാട്സനോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രാദേശിക വിശ്വാസികൾ. അവർ യഥാക്രമം 42-35 വയസ്സ് പ്രായമുള്ളവരാണ്. ബിസിനസ് വിസയിൽ ഇന്ത്യയിലായിരുന്ന വാട്സൺ മതപരമായ പ്രവർത്തനങ്ങൾക്കായി തൻ്റെ വിസ ദുരുപയോഗം ചെയ്തതായും പോലീസ് ആരോപിക്കുന്നുണ്ട്. ഭിവണ്ടിയിലെ വിദൂര പ്രദേശങ്ങളിൽ മതപരമായ ഒത്തുചേരലുകളിൽ വാട്സൺ പങ്കെടുത്തുവെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. എത്ര തവണ അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടെന്നും മറ്റും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ അദ്ദേഹത്തിൻ്റെ പ്രാദേശിക ബന്ധങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ശൃംഖലകളെക്കുറിച്ചുമൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്നും പോലീസ് വെളിപ്പെടുത്തി. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 299, 302 എന്നീ വകുപ്പുകളെയാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാന വകുപ്പുകൾ. മതവികാരങ്ങളെ വ്രണപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുള്ള മനഃപൂർവ്വമായ പ്രവർത്തികൾ, വിദേശികൾക്കുള്ള വിസ വ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്യൽ, മഹാരാഷ്ട്രയുടെ 2013 ബ്ലാക്ക് മാജിക് വിരുദ്ധ നിയമം ലംഘിക്കൽ ഉൾപ്പെടെ നിരവധി ഗുരുതരമായ വകുപ്പുകൾ പ്രകാരമാണ് ഇദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഭിവണ്ടിയിലെ ചിമ്പിപ്പാട ഗ്രാമത്തിൽ പ്രാദേശിക വിശ്വാസിയായ മനോജ് കോൽഹയുടെ വീട്ടിൽ നടന്ന ഒരു ചെറിയ പ്രാർത്ഥനാ യോഗം. ഏകദേശം 35 ഗ്രാമവാസികളാണ് അവിടെ പങ്കെടുത്തത്. അവരെല്ലാവരും തന്നെ ഈ വീട്ടുടമസ്ഥൻ്റെ ബന്ധുക്കളോ കൂട്ടുവിശ്വാസികളോ ഒക്കെയാണ്. ക്രിസ്തീയ ശുശ്രൂഷയുടെ ഭാഗമായി വാട്സനും അതിൽ പങ്കെടുത്തു. ബൈബിളിൽ നിന്നും വാക്യങ്ങൾ വായിക്കുകയും ക്രിസ്തുവിനെക്കുറിച്ച് അവിടെ പ്രസംഗിക്കുകയും ചെയ്തു. നാട്ടുകാരനായ രബിനാഥ് ബുർഖുട്ട് എന്നയാളാണ് ഇതിനെതിരെ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. തുടർന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും FIR രജിസ്റ്റർ ചെയ്യുന്നതുമൊക്കെ. രോഗശാന്തി ശുശ്രൂഷകൾ നടത്തി എന്നതാണ് ഏറ്റവും വലിയ കുറ്റമായി ആരോപിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയിലൂടെയും പ്രസാദമായി നൽകിയ വീഞ്ഞിലൂടെയും രോഗങ്ങൾ സുഖപ്പെടുത്താമെന്ന് വാട്സൺ അവകാശപ്പെട്ടുവെന്ന് പരാതിയിൽ പറയുന്നു. കൂടാതെ രോഗികളായ കുട്ടികളുടെ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുവെന്നും ആരോപണത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായ തിരുവത്താഴ ശുശ്രൂഷയിൽ ഉപയോഗിച്ച വീഞ്ഞിനെക്കുറിച്ചായിരിക്കും അവിടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. അത് വ്യാജ ചികിത്സയായി മുദ്രകുത്തി ഒരാരോപണമായി ഉന്നയിച്ച് ഈ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ ബ്ലാക്ക് മാജിക്കിനെതിരെയുള്ള നിയമത്തിൻ്റെ പരിധിയിലേക്ക് ഇതിനെ കൊണ്ടുവരുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ കേസിൽ അധികാരികൾ സ്വീകരിച്ചിരിക്കുന്ന നിയമപരമായ തന്ത്രം ക്രിസ്ത്യാനികൾക്കെതിരായ സംഘടിത ആക്രമണത്തെയാണ് സൂചിപ്പിക്കുന്നത്. മഹാരാഷ്ട്രയിൽ മതപരിവർത്തന നിരോധന നിയമം ഇതുവരെ നിലവിലില്ല. പക്ഷേ ഇവിടെ ഇദ്ദേഹത്തെ കുരുക്കുന്നതിന് വേണ്ടിയിട്ട് 3 കർശന നിയമങ്ങളുടെ ഒരു സംയോജനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ, അതായത് BNSലെ 299, 302 എന്നീ വകുപ്പുകൾ പ്രകാരം മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ആരോപിക്കുന്നു. ഇതിന് ഉപോത്ബലകമായി ഹിന്ദുത്വം അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമാണെന്ന് വാട്സൺ പ്രസംഗിച്ചുവെന്ന് പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വിശ്വാസപരമായ ചർച്ചകളിലെ ഏതൊരു വിമർശനങ്ങളെയും മതവികാരം വ്രണപ്പെടുത്തൽ എന്ന വകുപ്പിൽ ഉൾപ്പെടുത്തി സുവിശേഷകരെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന നിയമപരമായ നടപടികൾ എടുക്കുന്ന ഒരു രീതി രാജ്യമെങ്ങും നിലനിൽക്കുന്ന ഒരു പ്രവണതയാണെന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിലും ഏറ്റവും അപകടകരമായ കാര്യം അത്ഭുത രോഗശാന്തി അവകാശവാദങ്ങൾ ക്രിമിനൽ കുറ്റമാക്കുന്ന മഹാരാഷ്ട്രയുടെ 2013 കരിനിയമമായ ആൻറ്റി ബ്ലാക്ക് മാജിക് ആക്ട്, അതാണ് ഇവിടെ ചുമത്തപ്പെട്ടിരിക്കുന്നത്. സഭകൾക്ക് വലിയ നിയമപരമായ വെല്ലുവിളി ഉയർത്തുന്ന ഒരു നിയമമാണിതെന്ന് പറയേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ തട്ടിപ്പുകാരെ ലക്ഷ്യമിട്ടുള്ളതാണ് നിയമം. അതായത് നരബലി പോലുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ഒരു നിയമമാണിത്. എന്നാൽ ഇന്നിത് പെന്തക്കോസ്ത കരിസ്മാറ്റിക് സഭകളിൽ നടക്കുന്ന രോഗശാന്തി ശുശ്രൂഷകളെ തട്ടിപ്പെന്ന് മുദ്രകുത്തി ക്രിമിനൽ വൽക്കരിക്കാൻ ഇത് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
വാട്സൺ ഒരു ബിസിനസ് വിസയിലാണ് ഇന്ത്യയിലെത്തിയത്. അത് മതപ്രചരണത്തിനായി ഉപയോഗിച്ച് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റമായി പറയുന്നത്. മിഷണറി പ്രവർത്തനങ്ങൾക്കായി വിദേശ പൗരന്മാർ മിഷണറി വിസ എടുക്കണമെന്നാണ് നിയമം. സത്യത്തിൽ അങ്ങനെ ആർക്കും മിഷണറി വിസ ഇന്ത്യയിൽ അനുവദിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിലെ ഭരണകൂട സമീപനങ്ങളിലെ ഒരു ഇരട്ടത്താപ്പ് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ടൂറിസ്റ്റ് വിസയിലോ ബിസിനസ് വിസയിലോ ഏത് വിസയിൽ ഇന്ത്യയിലെത്തുന്ന ആയിരക്കണക്കിന് വിദേശ പൗരന്മാർ യാതൊരു തടസ്സവും കൂടാതെ ഹിന്ദു ആശ്രമങ്ങളിൽ പാർക്കുകയും ഗുരുക്കന്മാരുടെ കീഴിൽ മതപരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും യോഗ പോലുള്ള ധ്യാനങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ഈ വിദേശികൾക്കെതിരെ വിസ നിയമം ചുമത്തുവാനോ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാനോ ഒന്നും അധികൃതർ തയ്യാറാകുന്നില്ല. എന്നാൽ വിവേചനം വ്യക്തമാകുന്നത് ഒന്ന് മാത്രം, ക്രിസ്ത്യാനികൾക്കെതിരെയാണ്. ഒരു സംഘടിത ആക്രമണമായി ഇത് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും അടക്കം നിരവധി സംസ്ഥാനങ്ങളിൽ വ്യാജ പരാതികളുടെ അടിസ്ഥാനത്തിൽ പാസ്റ്റർമാർ അറസ്റ്റിലാകുന്നു. ഈ നിയമപരമായ തന്ത്രങ്ങൾ സുവിശേഷ പ്രവർത്തനങ്ങളെ വിദേശ ധനസഹായമുള്ള റാക്കറ്റായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ജെയിംസ് വാട്സണും അദ്ദേഹത്തിൻ്റെ സഹായികൾക്കും നീതി ലഭിക്കണം, എത്രയും പെട്ടെന്ന് നീതി ലഭിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുന്നതിനും വ്യാജ നിയമങ്ങളെ ഭയപ്പെടാതെ വിശ്വാസം പങ്കുവയ്ക്കുവാൻ ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യം ഇന്ത്യയിൽ നിലനിൽക്കേണ്ടതിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ठीक आहे, तर तू बोलवले. प्रार्थना करणारे म्हणजे कुठले प्रार्थना करणारे? साहेबालेच. प्रार्थना करणारे कसले? हॅलो, तुम्ही ऐका थोडंसं, बोला ना. तुम्ही अचानकपणे व्हिडिओ काढला तर घरामध्ये जमणार. पोलीस पाटील आहे मी. हो, मी तुमचे नाही, मला शिकू नका तुम्ही. कोणाचा व्हिडिओ काढायचा कोणाचा नाही. पोलीस पाटील आहे मी इथला आणि सोबत साहेब आहेत, तर ते मला सांगू नका तुम्ही. आणि पहिली गोष्ट म्हणजे तुम्ही परमिशन घेतले का? प्रार्थना करा पाहिजे. परमिशन कुठला जरी सांस्कृतिक कार्यक्रम करायचा झाला ना, पहिली परमिशन हवी असते. आम्ही जरी गणपतीचा ठेवतो ना इथे, नवरात्री उत्सव, गणपती उत्सव, तर आम्ही तिथे जाऊ. विरार विरारचा काय काम आहे? माझं काम प्रार्थना आहे. इथे तुझी बसली मी बोलवलेले आहे तुमच्याशी आम्हाला पण समजा पावले बसतात मला. दर हप्त्याला आमची प्रार्थना असते, शुक्रवारला. आज आम्ही त्यांना बोलून बोलला एक दिवसाची म्हणजे आम्ही ते पाहुणे आहेत आमचे. ते मी काय सांगतो, तुम्ही तुमचं काय आहे ना सविस्तर पोलीस स्टेशनला सांगा. चला ते पुस्तक आहे का? पुस्तक आहे का? ते वही पुस्तक आहे. बायबल आहे. अरे चल रे, तू काय इथं आम्हाला शिकवलं गाडी तर? पुस्तक वया घेतली. पोलीस स्टेशनला काय असेल ना तर पोलीस स्टेशनला सांगा. पोलीस हे करतील ना. चल अरे तुम्ही खरोखर जर धर्माचं करायला आले तर तुम्हाला काय घाबरायला का पाहिजे? मला सांगा ना. सांगा, अगोदर सांगितलं होतं मी. तुम्ही पण ऐकत नाही. उगाच विषय हॅलो नाही बोल. कुठून आलं का? नागरिकत्व आहे का नाही, काय नाही आणलं इकडं? दोघं देत का तुम्ही? अरे आपल्या देशात आहेत का नागरिक? घेऊन बसवलं तुम्ही. बाकी इथे एवढे आहेत का? त्यांची व्हिडिओ तुमच्या घरावरती कंप्लेंट झाली पाहिजे का? चल ना. येतो, थांबा नाही अरे गाडीत बस. चल येतो म्हणजे काय? नियोजन कोणी तुम्ही तुला टाकू आतमध्ये? नाही टाकू. येतो ना. परत बसवतो घरामध्ये. कशाला काय करतो ते तुला भाने त्या धर्मात आलो आपण, हिंदू धर्मात जन्म घेतला. हे चुत्या लोक साले तिकडं, त्यांना माहितीये का काय ते? पहिलं घर मला बस गाडीत बस. दोन पैशासाठी भोसडीच्या मग आदर चोसाला
गोरीब जगावर गरीब लोकांना चुक्या बनवा तुम्ही पण त्याच्या पाठीला मग समजा ना काय? तुम्ही आम्ही काय करतो आम्ही इथं प्रार्थना करायला अरे राजा प्रार्थना कर तू पोलीस स्टेशनला चल प्रार्थना ऐकली प्रार्थना काय आहे, चल तुला सांगलाय तेवढा कर ना. तू वाढीव काय करतो रे? चल गाडीत बस, चाल. काय आवडते पण प्रार्थनाच करायला आले. धर्माचा आग्रह लागला, चल गाडीत चल. तुला दाखवतो धर्माचं नाही. चल, चल.